ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ വിൻറ്റേജ് ഐറ്റംസ് ഉണ്ട് ഒരുപാട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നതുമായ കാര്യമാണ് ഈ ഒരു വിൻറ്റേജ് ഐറ്റംസ്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എന്നെ കളിയാക്കാറുണ്ട്, നിനക്ക് എപ്പോഴും വിൻറ്റേജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ലേ, അതേപോലെ നീ വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ വെറുപ്പിക്കലാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നെപ്പോലെ കുറേ വിൻറ്റേജ് ലവേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ എന്തായാലും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത്, എനിക്ക് തോന്നുന്നു 2022 ഉണ്ടാക്കിയതാണ് ഈ ഒരു ബോക്സ്, ഫസ്റ്റ് കാണിച്ച ബോക്സ്. ആ ടൈമിൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അത് ഞാൻ പകുതിക്കിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് യൂട്യൂബ് ഇല്ലാത്തത് കാരണം ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് കാണിച്ചത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ രണ്ടാമതിട്ടൊരു വീഡിയോ ആണ് ആ ഒരു ലെറ്റർ. പിന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു വിൻറ്റേജ് ബുക്ക്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഈ ഒരു ലീഫില്ലേ, അതൊക്കെ ഒറിജിനലൊന്നും അല്ല, ഞാൻ അതൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ജൂട്ടിൻ്റെ മെറ്റീരിയൽ, അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബട്ടൺസിൻ്റെ ഉള്ളിലായിട്ട് ഒരു ത്രെഡ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച പോലെ തന്നെ ഉണ്ട്, ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ അവിടെ വെച്ചതാണ്. പിന്നെ തൊട്ടിട്ടുമില്ല. ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു ഷീറ്റ് ഞാൻ ചെയ്തത് നമ്മുടെ ബ്ലാക്ക് ടീ വെച്ചിട്ടാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കാണാറുണ്ടാവും ബ്ലാക്ക് ടീ വെച്ചിട്ട് ചെയ്യുന്നത്. വിൻറ്റേജിൻ്റെ ഒരു തീം എന്ന് പറയുമ്പോൾ തന്നെ ബ്രൗൺ ആണല്ലോ, അപ്പോൾ എല്ലാം ബ്രൗൺ തീമിൽ തന്നെ വരണ്ടേ, അതുകൊണ്ടാണ് ഈ ഒരു പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു വിൻറ്റേജ് ബുക്ക് ഞാൻ ഉണ്ടാക്കിയത് 2019 ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു, അത് നല്ലപോലെ റീച്ച് ആയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റിക്കേഴ്സ് ഞാൻ ജേർണൽ സ്റ്റിക്കർ ഉണ്ടാക്കിയതാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇത് അത്ര ഭംഗിയായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാനിപ്പോൾ അടുത്തുണ്ടാക്കിയതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം. അതിലുള്ള ഒന്നും എനിക്ക് ഭംഗിയില്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് ആ വീഡിയോ ഞാൻ അങ്ങനെ തന്നെ വെച്ച് പോസ്റ്റ് ചെയ്യാതെ. ഈ ഒരു ബുക്ക് ഞാൻ ഈ ന്യൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയൊരു ബുക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു മിനി ബുക്ക് രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ, മിനി നോട്ട് ബുക്ക്. ഇത് തുറന്നപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത് ഗൈസ്. ഇതിൻ്റെ അകത്ത് എൻ്റെ ഇത്താത്താൻ്റെ മോൾ എന്തൊക്കെയോ എഴുതി വരണിട്ടുണ്ട്, 1 2 3 ഒക്കെ എഴുതിയിട്ടുണ്ട്. അവൾ എങ്ങനെയാണ് ഈ ബോക്സ് കണ്ടത് തുറന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതേപോലെ ABCD ഒക്കെ എഴുതിയിട്ടുണ്ട്. സ്കൂൾ തുറന്നപ്പോഴേ മൊത്തമായിട്ട് ഇതാണ് കേട്ടോ പണി. ABCD എഴുതി വെക്കുക, ചുമരിലൊക്കെ അതേപോലെ തന്നെ 1 2 3 എഴുതി വെക്കുക. പിന്നെ എൻ്റെ അടുത്തുള്ളത് കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സാണ്. ഇതൊക്കെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഹാമ്പേഴ്സിലും അതേപോലെ കേക്ക്സിലൊക്കെ ഉണ്ടായ ഫ്ലവേഴ്സാണ്. അതൊക്കെ ഞാൻ സേഫായി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിനി ആൽബമാണ് കേട്ടോ, ക്യാമറേൻ്റെ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയാണ് ഇതൊക്കെ, അങ്ങനെ വീഡിയോസിലൊന്നുമില്ല, എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും. പിന്നെ നമ്മൾ ദുബായി പോയ സമയത്ത് ഞാൻ ദുബായിലെ ഒരു മെമ്മറി ആയിട്ട് ഉണ്ടാക്കിയ ഒരു വിൻറ്റേജ് ബുക്കാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോസൊന്നും ഇല്ല കേട്ടോ, പകുതി പേജും ബ്ലാങ്ക് ആണ്, വേറെ ഒന്നുമില്ല. എനിക്കങ്ങനെ ഒരുപാട് നിറച്ച് വെക്കുന്നത് ഇഷ്ടമല്ല, കുറച്ച് പേജ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കാണണം. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ആ ഒരു ബുക്കിൽ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വിളക്കാണ്. അതായത് പഴയകാലത്ത് ഇതിന് റാന്തൽ എന്നൊക്കെ പറയും തോന്നുന്നു, കറക്റ്റ് അറിയില്ല എനിക്ക് നെയിം. പിന്നെ ഇത് ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് തന്നതാണ്. അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അടിച്ചു മാറ്റി, ഞാൻ ചോദിച്ചിട്ടാണ് അടിച്ചു മാറ്റിയത്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ തന്നെ പറഞ്ഞു എടുത്തോ, ആരും ഇവിടെ യൂസ് ചെയ്യാറില്ല എന്ന്. അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു എഴുത്താണിയൊക്കെ പോലെ ഉണ്ട് കാണാൻ. ഇതെൻ്റെ ഒരു റിലേറ്റീവ് എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള വിൻറ്റേജ് ഐറ്റംസ് ഒക്കെ ഇനിയുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.